തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യ BJP മേയർ ആരാകും എന്നതിൽ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് അറിയുന്നു. മുൻ DGP ആയ ആർ ശ്രീലേഖയ്ക്ക് കൂടുതൽ പരിഗണന കിട്ടുമെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നു. അവർ തന്നെ മേയർ പദവിയിൽ വരുമെന്നാണ് സൂചന. തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലേഴ്സിൻ്റെയും മുതിർന്ന നേതാക്കളുടെയും ഒക്കെ പിന്തുണ ആർ ശ്രീലേഖയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. അവരുടെ ഭരണപരിചയം, അവരുടെ പ്രാഗൽഭ്യം, അവരുടെ വ്യക്തിബോധം, തത്വങ്ങൾ, ഓരോ മൂല്യവിശ്വാസങ്ങളിലുള്ള അവരുടെ അടിയുറച്ച നിലപാടുകൾ, ഇതൊക്കെ തന്നെ അവർക്ക് ഗുണകരമാകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചെന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, മെറി ക്രിസ്മസ്. പ്രതീഷ്, സംഭവങ്ങൾ ആർ ശ്രീലേഖയ്ക്ക് അനുകൂലമാകുന്നു എന്നാണോ നമ്മുടെ കണക്കുകൂട്ടൽ? SKN, ഹാപ്പി ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യത്തെ BJP മേയർ ആരാകുമെന്ന ഒരു സസ്പെൻസ് BJP കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ കേന്ദ്ര നേതൃത്വവുമായും മുതിർന്ന നേതാക്കളുമായും BJP സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. ഇതിൽ ഒരു മുൻ DGP കൂടിയായ ആർ ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനത്തേക്ക് എത്താനുള്ള മുൻതൂക്കം കൂടുതലാണ്. ഒരു അന്തിമ പരിഗണനയിലേക്ക് ആർ ശ്രീലേഖയുടെ പേര് തന്നെയാണ് എത്തിയിട്ടുള്ളത്. ആർ ശ്രീലേഖയും VV രാജേഷിന്റെയും പേരുകളായിരുന്നു സജീവ ചർച്ചയായി മേയർ സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിയുക്ത കൗൺസിലർമാരുമായി BJP നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. നിയുക്ത കൗൺസിലർമാരുടെയും മുതിർന്ന നേതാക്കളുടെയും കൂടുതൽ പിന്തുണ ആർ ശ്രീലേഖയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആർ ശ്രീലേഖ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യത്തെ BJP മേയറാകും. നേരത്തെ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുൻപരിചയമുള്ള ആളെ വേണം, രാഷ്ട്രീയ പരിചയമുള്ള ആളെ വേണമെന്നുള്ള ഒരു ആലോചനയിലാണ് VV രാജേഷിന്റെ പേരും സജീവ ചർച്ചയിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ മുൻ DGP എന്ന നിലയിലും ഭരണ നൈപുണ്യ മികവും ഒക്കെ തന്നെ ആർ ശ്രീലേഖയ്ക്ക് കൂടുതൽ പരിഗണന നൽകുന്നുണ്ട്. ഒപ്പം ഈ കേന്ദ്ര നേതൃത്വം ഇതിൽ നിർണായകമായ തീരുമാനം എടുക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചത് വലിയ നേട്ടമായി കേന്ദ്ര നേതൃത്വം കരുതുന്നുണ്ട്. കേരളം പിടിച്ചെടുക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പായി കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം കേന്ദ്ര നേതൃത്വം കാണുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു നിരീക്ഷണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പിലും ഭരണവുമായി ബന്ധപ്പെട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും ഒരു ഇടപെടൽ ഉണ്ടാകും. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ ആരാകും മേയർ എന്ന കാര്യം പ്രഖ്യാപിക്കും. നാളെയാണ് ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ തന്നെ ആ പ്രഖ്യാപനത്തിനാണ് BJP നേതൃത്വം ഒരുങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.